നിങ്ങൾ ഈ അടുത്ത സമയത്ത് കണ്ടു കാണും, ഇന്ത്യയിലെ സംഘപരിവാർ, പ്രത്യേകിച്ച് BJPയുടെ പോഷക സംഘടന, മദർ ആയിട്ടുള്ള ഓർഗനൈസേഷൻ, അതിൻ്റെ ലീഡറായ ശ്രീ മോഹൻ ഭാഗവത്, അദ്ദേഹം പറയുന്നു പാകിസ്ഥാന് വേണ്ടി ഞങ്ങൾ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു. അതേപോലെ ചില സംഘപരിവാറിൻ്റെ സീനിയർ നേതാക്കൾ, ഹോസബല്ലെ അങ്ങനെയുള്ളവരൊക്കെ പറയുന്നു പാകിസ്ഥാനുമായിട്ട് നമ്മൾ ബൈലാട്രിയൽ ടോക്സ് നടത്തണം, ഡിപ്ലോമാറ്റിക് ടോക്സ്, പ്രശ്നങ്ങൾ എല്ലാം കൺട്രോൾ ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കണം. ഇതൊക്കെ കേൾക്കുമ്പോൾ, ഇതൊക്കെ പത്രങ്ങളിൽ വരുന്ന വാർത്തയാണ്, അത് ഞാൻ ഉണ്ടാക്കുന്ന വാർത്തയൊന്നുമല്ല. അപ്പം അതിൻ്റെ അകത്തുള്ള വാർത്ത എന്തുവാണെന്നുള്ള, അത് എന്താണിത് പറയാനുണ്ടായ കാരണം, എന്തുവാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാനോട് ഇപ്പം പ്രത്യേകിച്ചൊരു പ്രേമം, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയോടും, അവരോടും മുസ്ലിം കമ്മ്യൂണിറ്റിയോടും പറയുന്നു, ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി DNA, ഇന്ത്യക്കാരുടെ DNA, അവർക്ക് പാകിസ്ഥാൻ DNA ആകരുത്. സീനിയറായിട്ടുള്ള RSS ലീഡറാണ് പറയുന്നത്. എങ്ങനെയാണ് ഇന്തോനേഷ്യയിലെ മുസ്ലിങ്ങൾ ഉണ്ടാവേണ്ടത്, എങ്ങനെയാണ് പെരുമാറുന്നത്, ആ രീതിയിലായിരിക്കണം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പെരുമാറേണ്ടത്. ഇതൊന്നും ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് അല്ല, RSS ലീഡേഴ്സ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് മുസ്ലിങ്ങൾ രാജ്യദ്രോഹികളാണ്, അവർ പാകിസ്ഥാനിലോട്ട് പോകണം, പാകിസ്ഥാനുമായിട്ട് ടോക്സ് നടത്തണം? എന്താ ഇത് പറയാൻ പെട്ടെന്ന് ഇത് പറയാനുണ്ടായ കാരണം? ഇത് മനസ്സിലാക്കുക, ഇത് പെട്ടെന്നുള്ള സംഭവമൊന്നുമല്ല. കഴിഞ്ഞ 4 മാസം കൊണ്ട്, അതായത് വലതുപക്ഷ രാഷ്ട്രീയക്കാരെ BJPയുടെ പ്രധാനപ്പെട്ട സംഘടനയായ RSS ഔട്ട്റീച്ച് നടത്തുവാണ് പാകിസ്ഥാനുമായിട്ട് ടോക്സ് നടത്താൻ. എന്താ അതിൻ്റെ പിറകിലുള്ള കാര്യം, റിയാലിറ്റി എന്തുവാ? അതായത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, പാകിസ്ഥാൻ ഇപ്പോഴ് ഈ പറയുന്ന പോലെ പഴയ രീതിയിലുള്ള സംഭവമൊന്നും അല്ല. അവർ ഇന്ത്യയുമായിട്ട് ഈ ഒരു അനുരഞ്ജന ചർച്ച RSS ഇനിഷ്യേറ്റ് ചെയ്ത ഔട്ട്റീച്ചിന് തയ്യാറല്ല. അതതിൻ്റെ കാര്യം. എന്താ അതിൻ്റെ കാരണം, എന്താ റീസൺ എന്തുവാ? നമ്മൾ ഇതിനകത്തല്ലേ എക്കോണമി എന്ന് പറയുന്ന വലിയൊരു മാറ്ററാ. അത് വെറുതെ മുസ്ലിങ്ങൾക്കെതിരെയും ക്രിസ്ത്യാനികൾക്കെതിരെയും ഈ പറയുന്ന പാകിസ്ഥാനെതിരൊക്കെ തിരിയുമ്പോൾ അടിയും ബഹളവും, ഇപ്പം ബോംബ് ചെയ്യണം, ഇപ്പം ന്യൂക്ലിയർ വെപ്പൺസ് ചെയ്യണം, ഇപ്പോൾ കറാച്ചിയിൽ ബോംബ് ചെയ്യണം, അവിടെ ബോംബ് ചെയ്യണം, ഇത് ബോംബ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ആളുകൾ മനസ്സിലാക്കുക, ഇന്ത്യൻ എക്കോണമിയെ സാരമായിട്ട് ബാധിക്കാൻ തുടങ്ങി, പ്രത്യേകിച്ച് ഏവിയേഷൻ. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ സ്കൈ സ്കാനർ ഗൂഗിളിൻ്റെ അതിനകത്ത് പോയിട്ട് ഡൽഹിയിൽ നിന്ന് മുംബൈ, അവിടുന്ന് ലോങ് ഹോൾ യൂറോപ്യൻ അമേരിക്കൻ ഫ്ലൈറ്റുകൾ നിങ്ങളൊന്ന് ബുക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഒരൊറ്റ ഇന്ത്യൻ ഒറിജിൻ എയർലൈൻസ് അതിനകത്ത് വരുന്നേയില്ല. കാരണം പല എയർലൈൻസും, ഇൻഡിഗോ ആണെങ്കിൽ, എയർ ഇന്ത്യ ആണെങ്കിൽ, അക്കാസയാണെങ്കിലും, ഒരുവിധപ്പെട്ട എയർലൈൻസ് എല്ലാം, അതായത് അതായത് മിഡിൽ ഈസ്റ്റിലോട്ടുള്ളതും അതേപോലെ തന്നെ യൂറോപ്പിലോട്ടുള്ളതും അമേരിക്കയിലോട്ടുള്ളത് എയർലൈൻസ് അവർ സ്റ്റോപ്പ് ചെയ്തു. കാരണം പാകിസ്ഥാൻ്റെ സ്കൈ റെസ്ട്രിക്ഷൻ, അതുവഴി പറക്കാൻ പാടില്ല. ഇതാണ് കിട്ടിയ അടി. അതായത് ഈ കമ്പനികളുടെ CEO അവർ തന്നെ കഴിഞ്ഞ 4-5 മാസമായിട്ട് RSSൻ്റെ ലീഡേഴ്സിനെ കാണാൻ പോവുകയാണ്. കാരണം ഇത് പറക്കാൻ സാധിച്ചില്ല എങ്കിൽ ഡൊമസ്റ്റിക്കിൽ മാത്രം നിന്നുകൊണ്ട് ഒരു എയർലൈൻസിനും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഇതെല്ലാം ഗ്രൗണ്ട് ചെയ്യേണ്ടി വരും. അതായത് ഇന്ത്യയിലെ ഏവിയേഷൻ ഓപ്പറേഷൻ നിൽക്കേണ്ടി വരും. അതിൻ്റെ കാരണം എന്ത്? മറ്റൊരു കാരണം, ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള എയർലൈൻസിന് മാത്രമേ റെസ്ട്രിക്ഷൻ ഉള്ളൂ, പാകിസ്ഥാൻ എയർ. മറ്റുള്ള ഫോറിൻ എയർലൈൻസിന് റെസ്ട്രിക്ഷൻ ഇല്ല, അവർക്ക് ഫ്ലൈ ചെയ്യാം. ഇന്ത്യൻ ഒറിജിൻ ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് പാകിസ്ഥാൻ്റെ കണ്ടീഷൻ. ഇതാണ് അതിൻ്റെ യഥാർത്ഥം. അതും എങ്ങനെയാണ് എയർ ഇന്ത്യയുടെ നഷ്ടം? 22,000 കോടി ഒരു വർഷത്തെ നഷ്ടമാണ്. ഇൻഡിഗോയും ഭയങ്കര നഷ്ടം കാണിച്ചു. അതിന് മുമ്പിലത്തെ വർഷം ഇൻഡിഗോ ലാഭം കാണിച്ചു, ഇപ്പോൾ വലിയ നഷ്ടം കാണിച്ചു. അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ കൊടുക്കുന്ന പിക്ചർ എന്തുവാ? പെട്ടെന്ന് ഫ്യൂവലിൻ്റെ 3 മാസം കൊണ്ടുള്ള ഫ്യൂവലിൻ്റെ പ്രശ്നമാണോ 1 വർഷം കൊണ്ട് നടക്കുന്ന റെസ്ട്രിക്ഷൻ? ബേസിക്കലി പാകിസ്ഥാൻ സ്കൈ നമ്മൾ പറക്കാൻ സമ്മതിക്കുന്നില്ല, മറ്റുള്ള എയർലൈൻസ് ലാഭം ഉണ്ടാക്കുന്നു. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം. ഡൽഹിയിൽ നിന്ന് ന്യൂയോർക്കിന് ഫ്ലൈറ്റ് ഡയറക്റ്റ് ഫ്ലൈ ചെയ്യുന്നതാണ് എയർ ഇന്ത്യ.
അതേപോലെ ഡയറക്റ്റ് ഫ്ലൈ ചെയ്യുന്നതാണ് അമേരിക്കൻ എയർലൈൻസ്. അമേരിക്കൻ എയർലൈൻസ് വരെ ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ 48,000 52,000 രൂപയേ ഉള്ളൂ വൺ സൈഡ്. പക്ഷെ ഒരു ഇന്ത്യൻ അത് നേരെ ബോംബെ വരെ, ബോംബെ വേറെ ഫ്ലൈറ്റ് വരുന്നു. അതായത് ഈ പാകിസ്ഥാൻ സ്കൈ മാറി ഫ്ലൈ ചെയ്യുവാണെങ്കിൽ ഇടയ്ക്കൊരിടത്ത് നിർത്തി റീഫ്യൂൽ ചെയ്യണം. കിലോമീറ്റർ കൂടുന്നു, സമയമെടുക്കുന്നു. നേരത്തെ 14 മണിക്കൂർ കൊണ്ട് ഫ്ലൈ ചെയ്യുന്ന എയർക്രാഫ്റ്റ് 12 മണിക്കൂർ 13 മണിക്കൂർ, അത് വിൻഡ് അനുസരിച്ചിരിക്കും. അത് നേരെ മാറിയിട്ട് 20 മണിക്കൂർ അങ്ങ് എടുക്കുകയാണ്. കാരണം ഇടയ്ക്ക് ഇറങ്ങി റീഫ്യൂൽ ചെയ്യണം, പിന്നെ കറങ്ങി വരണം. ഭയങ്കര നഷ്ടത്തിലാണ്. അവർ 52,000 രൂപ 45,000 രൂപ വൺ സൈഡ് ട്രിപ്പ് അടിക്കുമ്പോൾ എയർ ഇന്ത്യക്കും മറ്റുള്ള എയർലൈൻസിന്, ഇന്ത്യയിൽ നിന്ന് ഒറിജിനായിട്ടുള്ളവർക്ക് അത് 1.5 ലക്ഷം 2 ലക്ഷം രൂപയിലോട്ടങ്ങ് പോവുകയാണ്. അടുക്കാൻ പറ്റുന്നില്ല. കാരണം കമ്പനി ഇത് പറയുന്ന എയർലൈൻസ് നിർത്തേണ്ടി വരും. അതിൻ്റെ ഒരു കാരണം കൊണ്ട് തന്നെയാണ് എയർ ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ ഓപ്പറേഷൻ ആദ്യം 25, പിന്നെ 40 ഇപ്പോൾ 50% ഓപ്പറേഷൻ അങ്ങ് വെട്ടിച്ചുരുക്കി. പല ആൾക്കാരെയും ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഏവിയേഷൻ ഇൻഡസ്ട്രി വലിയ ക്രൈസിസിലോട്ട് പോയി. ഇന്ത്യൻ ഏവിയേഷൻ വിദേശത്തുകാർക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ക്രൂഡിൻ്റെ വിലയും കുറഞ്ഞു, ATFൻ്റെ വില കുറഞ്ഞു. ഗവൺമെൻറ് പല പാക്കേജും കൊടുക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് 10,000 കോടിയുടെ പാക്കേജ് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനിക്ക് കൊടുത്തേക്കാണ് കടമായിട്ട്. അത് ഈ എയർലൈൻസിന് കൊടുക്കുക, പിന്നീട് അവർക്ക് പണം കിട്ടുമ്പോൾ തിരിച്ചു തരാൻ. കാരണം അവരെ കൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല ഡൊമസ്റ്റിക്കിൽ പോലും. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാനേജ് ചെയ്യും. അവിടുത്തെ ലാഭം എടുത്ത് ഇവിടെ ഓടും, ഇവിടുത്തെ ലാഭം എടുത്ത് അവിടെ ഓടും. ഇതാണ് ക്രൈസിസ്. ഇതാണ് ഡീപ്പായിട്ടുള്ള ക്രൈസിസിലായത്. അപ്പോഴാണ് RSS ലീഡേഴ്സ് ഔട്ട്റീച്ചുമായിട്ട് ഇറങ്ങിയത്, പാകിസ്ഥാനുമായിട്ട് സംസാരിക്കുക. അവർ മിഡിൽ ഈസ്റ്റും ദുബായിലുള്ളവരുമായിട്ട് ചേർന്ന് ഔട്ട്റീച്ച് ചെയ്യാൻ പാകിസ്ഥാനെ സമീപിക്കുന്നുണ്ട്. പാകിസ്ഥാൻ്റെ ഡിമാൻഡ് എന്താ? ആദ്യത്തെ ഡിമാൻഡ് ഇന്ത്യ $100 ബില്യൺ കൊടുക്കണം. അതായത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അവരുടെ പല പള്ളികളും അതും ഇതും ഒക്കെ അറ്റാക്ക് ചെയ്തു, ആൾക്കാരെ കൊന്നു. അതിൻ്റെ പ്രതിഫലമായിട്ട് 100 ബില്യൺ കൊടുക്കണം. ഇപ്പോൾ അത് നെഗോഷിയേറ്റ് ചെയ്ത് 25 ബില്യൺ വരെ ആയിട്ടുണ്ട്. അത് കൊടുക്കുവാണെങ്കിൽ അവർ സമ്മതിക്കാം, എന്നാലും ഡിസ്കഷൻ നടത്താം. പാകിസ്ഥാൻ ഡിമാൻഡ് അങ്ങ് വെച്ചു. പാകിസ്ഥാൻ ഇന്ത്യൻ സ്കൈയുടെ ആവശ്യമില്ല. അവർക്ക് ഇന്ത്യയെ പോലെ വലിയ ആക്റ്റീവ് അല്ല ഈ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ. അവർക്ക് മിഡിൽ ഈസ്റ്റും ഈ പറയുന്ന രാജ്യങ്ങൾ, അതിനവർക്ക് ഇന്ത്യയുടെ സഹായം ആവശ്യമില്ല. അതുമല്ല, പാകിസ്ഥാൻ വേറെയും ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ സ്കൈ ഉപയോഗിക്കണമെങ്കിൽ ടോള് കൊടുക്കണം. അതായത് അവരുടെ സ്കൈ ഉപയോഗിച്ച് ഇത്ര പണം വെച്ച് കൊടുക്കണം. അതായത് ഡിമാൻഡുകളിൽ നിന്ന് ഡിമാൻഡിലോട്ടങ്ങ് മാറി. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളോടും പറഞ്ഞു, ഇത് ഈ പറയുന്ന പാകിസ്ഥാനുമായിട്ട് ഇടപെട്ട് ഇന്ത്യൻ ഏവിയേഷൻ ഇൻഡസ്ട്രിയെ രക്ഷിക്കണം, അല്ലെങ്കിൽ നിന്നു പോകും. അമേരിക്കയോട് ഡിമാൻഡ് ചെയ്തു. അമേരിക്ക പറഞ്ഞു, നിങ്ങൾ ആദ്യം ബേസ് റൂട്ടിൽ ഡിസ്കഷൻ നടത്തുക. അവിടെയുള്ള സംഘപരിവാറും BJPക്കാരും അവരുമായിട്ട് ഡിസ്കഷൻ നടത്തുക. ഞങ്ങൾ തൽക്കാലം ഇടപെടാൻ താല്പര്യമില്ല. നേരത്തെ ബാലാക്കോട്ട് ഉണ്ടായ സമയത്ത് അവർ ഇടപെട്ടു. ആ സമയത്ത് റിലാക്സേഷൻ കിട്ടി. ഇപ്രാവശ്യം അമേരിക്ക കൃത്യമായിട്ടങ്ങ് ഒഴിഞ്ഞു. നിങ്ങൾ നേരിട്ടങ്ങ് ഡിസ്കഷൻ നടത്തുക. ആരാണ് വയലേറ്റ് ചെയ്തത്, നിങ്ങൾ അനുഭവിച്ചോളുക. ഇതാണ് ക്രൈസിസ്. ഇതാണ് ഇപ്പോൾ RSS ലീഡേഴ്സ് പുതിയ പാകിസ്ഥാൻ പ്രേമവും മുസ്ലിം പ്രേമവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അറബ് രാജ്യങ്ങൾ പോലും തള്ളിക്കളഞ്ഞു അവരുടെ ഡിമാൻഡ്. UAEയോട് റിക്വസ്റ്റ് ചെയ്തു. അവരും പറഞ്ഞു അവർക്ക് ഇടപെടാൻ പറ്റത്തില്ല ഇന്നത്തെ. കാരണം പാകിസ്ഥാൻ്റെ സ്റ്റേച്ചർ മാറി ഇറാൻ വാറുമായ. കാരണം പാകിസ്ഥാൻ മീഡിയേറ്ററാണ്. അപ്പം നിങ്ങൾ കണ്ടാണ് പാരീസ് ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും ഒപ്പുവെച്ചു. കൂടെ മീഡിയേറ്ററായിട്ടുള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഒപ്പുവെച്ചു. കാരണം സ്റ്റേച്ചർ മാറി. നിങ്ങൾ മനസ്സിലാക്കുക, കഴിഞ്ഞ 2 മാസം മുമ്പ് പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടി. കാരണം അവർക്ക് ട്രേഡ് നടത്താനുള്ള സൗകര്യം അമേരിക്ക ഒപ്പിച്ചു കൊടുത്തു. പഴയ ശത്രുത മാറി, മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധമായി, ക്രെഡിറ്റ് ലൈൻ കിട്ടാൻ തുടങ്ങി, വേൾഡ് ബാങ്കിൻ്റെ IMFൻ്റെ ലോൺ കിട്ടാൻ തുടങ്ങി. ആ സ്റ്റേച്ചറും ഓപ്പറേഷൻ സിന്ദൂറാണ് ഇതിൻ്റെ കാരണം. അതാണ് സ്ട്രാറ്റജിക് സൊല്യൂഷൻ്റെ അകത്ത് പാളിച്ച ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്ത് ബാക്ക്ലാഷ് എന്ന് പറയുന്നത് എവിടെയാണ്? കാരണം ഇന്ത്യ എന്ന് പറയുന്നത് പാകിസ്ഥാൻ അല്ല. ഇന്ത്യ ഒരു ഗ്രോയിങ് എക്കോണമിയാണ്. നമുക്ക് ടെൻസുള്ള ഈ ബോർഡറുണ്ട്. പാകിസ്ഥാനുണ്ട്, ചൈനയുണ്ട്, ബംഗ്ലാദേശുണ്ട്, നേപ്പാളുണ്ട്. നേപ്പാളിനെ മാറ്റി നിർത്താം.
നമ്മളെല്ലാവരെയും ശത്രുക്കളായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പാകിസ്ഥാനുമായിട്ട് ഒരു ടോക്സിലൊരു സൊല്യൂഷനിൽ കൊണ്ടുപോകണം. എന്താണ് ഈ പറയുന്ന ഫാൽഗാം ഇഷ്യൂവിനെ നേരത്തെ പറഞ്ഞ പാകിസ്ഥാനെ ഇപ്പോൾ ഇന്ത്യ ബ്ലെയിം ചെയ്യുന്നില്ല? എന്താ അതിൻ്റെ കാരണം? എന്താ റീസൺ? കാരണം അവസാനം എല്ലാവർക്കും ക്ലാരിറ്റി പിടികിട്ടി. അതിൻ്റെ പുറകിൽ പാകിസ്ഥാൻ ആയിരുന്നില്ല, ചൈനയായിരുന്നു. ചൈനയാണ് ചെയ്യിപ്പിച്ചത്. കാരണം ഇന്ത്യയുടെ ഗ്രോത്ത് കണ്ട് ചൈന ഭയന്നുപോയി. പെട്ടെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വരുന്നു, ഇന്ത്യ സന്ദർശിക്കുന്നു. ഉടൻ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ പോകുന്നു. സൗദി അറേബ്യ ഇസ്ലാമിക രാജ്യങ്ങളായിട്ട് ഏറ്റവും അവരുടെ ഒരു ഐക്കോണിക് രാജ്യമാണ്. അവിടെ പോകുന്നു. അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, അമേരിക്കയായിട്ടുള്ള ബന്ധം, ലോക രാജ്യങ്ങളായിട്ടുള്ള ബന്ധം, ഇന്ത്യയുടെ ഗ്രോയിങ് എക്കോണമി. ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് പാകിസ്ഥാനല്ല, ചൈനയ്ക്ക് അടി കിട്ടുന്നത്. ചൈന പാകിസ്ഥാനെ ഉപയോഗിച്ച് ഫാൽഗാമിൽ കളിച്ചു. ഇന്ത്യ ആ ട്രാപ്പിലെടുത്ത് ചാടി. ഇതാണ് ഇഷ്യൂ. അവസാനം മനസ്സിലാക്കുക ഇന്ത്യയുടെ ഏതൊക്കെ രീതി നമ്മളെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്ത് മനസ്സിലാക്കുക. നമ്മുടെ എക്കോണമിയെ ബാധിച്ചു, നമ്മുടെ ഏവിയേഷൻ സെക്ടറിനെ ബാധിച്ചു, നമ്മുടെ AI ബാധിച്ചു, നമ്മുടെ എല്ലാ സെക്ടറിനെയും ബാധിച്ചു. അതിനെ റിവോക്ക് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. അതാണ് കാരണം. ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. കാരണം ചില സൂചനകൾ കിട്ടി. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വരാൻ താല്പര്യമുണ്ട്. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ അമേരിക്കയോട് റിക്വസ്റ്റ് ചെയ്തു, അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വരണം. അതിന് അമേരിക്കൻ പ്രസിഡന്റ് കുറച്ച് കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയാം. അതായത് ഒരു കാര്യം കൃത്യം, ഇപ്പോഴാണ് RSSനും സംഘപരിവാറിനൊക്കെ പിടികിട്ടിയത് ഈ അടിയും പിടിയും ബഹളവും ഇതുകൊണ്ടൊന്നും ഫർദർ മുന്നോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. കാരണം അത് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഗ്രോയിങ് എക്കോണമിയും ഇന്ത്യയിലുള്ള ഓരോ ആൾക്കാരെയും ഇന്ത്യയുടെ കമ്പനികൾ, ഏവിയേഷൻ കമ്പനികൾ, അതിനെ അവരെ ഗ്രൗണ്ട് ചെയ്ത് കളഞ്ഞു. അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത്. പിന്നെ ട്രംപ് തന്ന സമ്മാനം വേറെ. ഇനി നോക്കാം ഏത് രീതിയിലായിരിക്കും ഇന്ത്യ ഈ പറയുന്ന ആൻറ്റി പാകിസ്ഥാനും ആൻറ്റി മുസ്ലിമുള്ള സംഭവം മാറ്റിയിട്ട് ഏത് രീതിയിലായിരിക്കും ഈ പറയുന്ന RSS സംഘപരിവാറും ഇന്ത്യയെ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നത്. താൽക്കാലികമാണോ പെർമനൻ്റ് ആണോ അതിനെപ്പറ്റിയൊക്കെ പിന്നീട് സംസാരിക്കാം. പക്ഷേ ഇന്ന് സംഘപരിവാറിനും BJPക്കും ഇന്ത്യ ഗവൺമെൻറ്റിനും പാകിസ്ഥാൻ സ്കൈ വേണം, പാകിസ്ഥാനുമായിട്ട് സഹകരണത്തിൽ പോകണം. ഒരു അടിക്ക് പോകാൻ ഇന്ന് ഇന്ത്യക്ക് തയ്യാറല്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്.